എല്ലാവർക്കും നമസ്കാരം. ഈ ഇലക്ഷൻ തുടങ്ങിയ അന്നു മുതൽ BJP NDA മത്സരിക്കാൻ ഞങ്ങളെല്ലാവരും ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയും CPM പറഞ്ഞത് BJPക്ക് ഇവിടെ ഒരു സീറ്റും കിട്ടില്ല, ആ കൂട്ടും താക്കോലും അവരുടെ കയ്യിലാണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നേമത്തിന്റെ ജനങ്ങളും ചാത്തന്നൂരിന്റെ ജനങ്ങളും കൃത്യമായ ഒരു മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. 2 MLA-മാരാണ് ഈ നിയോജകമണ്ഡലത്തിൽ BJP-യെ NDA-ന്റെ MLA-മാരായിട്ട് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ ഞാൻ പാർട്ടി ആദ്യം മുതൽ പറഞ്ഞ ഈ ഇലക്ഷൻ ഒരു CPM ഇലക്ഷൻ ആയിരുന്നു. ഞാൻ 2025 മുതൽ ഈ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, എന്ത് കസറത്ത് ചെയ്താലും CPM ഈ ഇലക്ഷനിൽ ജയിക്കില്ല. കാരണം 10 കൊല്ലം ഭരിച്ച CPM അവരുടെ അഴിമതിയും ശബരിമല കൊള്ളയും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ മടുത്തു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു CPM ഇലക്ഷൻ ആയിരുന്നു. ഈ ഇലക്ഷൻ ഇന്ത്യ അലയൻസിന്റെ എതിരെയായിരുന്നു. അത് വെസ്റ്റ് ബംഗാളാണോ, തമിഴ്നാടാണോ, കേരളമാണോ, 3 സ്ഥലത്തും NDA-ന്റെ എതിരെയാണ് ഒരു മാൻഡേറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അവസരം തന്നു, അത് സന്തോഷമുണ്ട്. ഞാൻ അതിനൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, നേമം ജനങ്ങളോട് ഞാൻ ഇവിടെ 2024 വന്നപ്പോൾ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ഏറ്റവും ശേഖരന്റെ വാക്കുകളാണ് കേട്ടത്. ഇനി നോക്കൂ, അവസാനം ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നത് കോന്നിയാണ്. ഇപ്പോൾ UDF കോന്നിയിൽ 277 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. കോന്നി കൂടി പിടിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ സമ്പൂർണ്ണ വിജയം UDF-നെ സംബന്ധിച്ച് സാധിക്കും. കഴിഞ്ഞ തവണ LDF-ന് സമ്പൂർണ്ണ വിജയമെങ്കിൽ ഇത്തവണ സമ്പൂർണ്ണ വിജയം UDF-നാണ്. കൊട്ടാരക്കരയിൽ 2153 വോട്ടിന് KN ബാലഗോപാൽ ലീഡ് ചെയ്യുകയാണ്. 12 റൗണ്ട് പൂർത്തിയായി, ഇനി 2 റൗണ്ട് ബാക്കിയുള്ളൂ. KN ബാലഗോപാൽ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം.